ഹായ് ഡിയേഴ്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൗസ് ഡിസൈനാണ്. ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിലും സ്ലീവിലുമാണ് ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. നെക്ക് സ്ക്വയർ നെക്കാണ് വരുന്നത്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 ബീഡ്സ് ആണ്. ആൻറ്റിക് കളറിലെ 2 ബീഡ്സ്, അതുപോലെ തന്നെ ആൻറ്റിക് കളറിലെ റൗണ്ട് ബീഡ്സ് കൂടെ എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 12ഉം അതുപോലെ തന്നെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലീവിലും നെക്കിലും സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്ലീവിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. 2 ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ ലെയറിലാണ് ത്രെഡ് എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ 2 ബീഡ്സ് ഇതുപോലെ തന്നെ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും വെച്ച് കൊടുക്കണം. സ്ലീവിലും നെക്കിലും നമുക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം. 2 സ്ലീവുകളിലും അതുപോലെ തന്നെ നെക്ക് പോർഷനിലും കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ 2 ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ബീഡ്സിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ബീഡ് വെച്ച് കൊടുക്കണം. ഈ ട്രയാങ്കിൾ ഷേപ്പ് വരുന്നില്ലേ, ഇതിൻ്റെ മുകളിലായിട്ടാണ് ഓരോ റൗണ്ട് ബീഡ് വീതം വെച്ച് കൊടുക്കേണ്ടത്. സ്ലീവിലും നെക്കിലും ഒക്കെ 2 ബീഡ്സിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റൗണ്ട് ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള റൗണ്ട് ഷേപ്പിലെ സ്റ്റോൺസിനെ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റോൺസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റോൺസ് നന്നായി ഒട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 15-30 മിനിറ്റ് കൊണ്ട് സ്റ്റോൺസൊക്കെ നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ടുണ്ടാകും. അതിനുശേഷം നമുക്ക് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ റൗണ്ട് ഷേപ്പുള്ള സ്റ്റോൺസിന് ചുറ്റുമായിട്ട് നമ്മൾ ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത് 4 സൈഡും നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം, ഇടയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത എല്ലാ സ്റ്റോൺസിനും ചുറ്റുമായിട്ട് ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കാം. ബ്ലൗസിൻ്റെ നെക്കിലും സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തെടുക്കുന്നത്.
4 സൈഡിലും ലോക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബീഡ്സ് ഇളകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറക്കാതെ 4 സൈഡിലും ലോക്ക് ചെയ്ത് കൊടുക്കണം. ഒരു സ്റ്റോണിന് ചുറ്റും ബീഡ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് നോട്ടിട്ട് കൊടുത്തിട്ട് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം മാത്രമേ അടുത്ത ഭാഗത്ത് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ സ്ലീവിൽ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ മോഡലിൽ തന്നെയാണ് നെക്ക് പോർഷനിലും ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് പോർഷനിലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ബോർഡറിൽ ഈക്വൽ ഗ്യാപ്പ് കൊടുത്തിട്ട് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ ബീഡ്സ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.